സുരേഷ് ഗോപി കിരീടം കൊണ്ടുവച്ചു. എന്ത് കിരീടമാണ് എന്ന് ഇമാർക്ക് തന്നെ ആട്ടം. ഇമാർ കുടുംബത്തൊന്നും അല്ലല്ലോ. അയാളുടെ കയ്യിൽ നിന്ന് അയാൾ ഇഷ്ടമുള്ള ഒരു കിരീടം കൊണ്ടുവച്ചു. നമുക്ക് തന്നെ ആട്ടം. അത് സ്വർണ്ണമാണോ, ചെമ്പാണോ, പൂശാണോ, വെള്ളിയാണോ, ഇതൊക്കെ എന്തിന് നമ്മൾ തന്നെ ഇരിക്കുന്നു? അത് കിട്ടുള്ള കൊണ്ട് കൊടുത്തോട്ടെ. യെസ്. സാർ, ഈ സുരേഷ് ഗോപി എല്ലാ വർഷവും തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഓരോ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്ന തൃശ്ശൂരിൽ അടുത്ത വിവാദം വന്നിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പ് മാതാവിനൊരു സ്വർണ്ണ കിരീടം വെച്ചു. ഇപ്പോൾ ചില ആളുകൾ CPM എന്ന് പറയും, സൈബറിൽ ഒരു അക്രമം പറഞ്ഞുണ്ട്. അത് ചെമ്പ് പൂശിയതാണോ, സ്വർണം എത്രയാണോ എന്ന് അറിയണം. സുരേഷ് ഗോപി പറഞ്ഞു വെച്ചാൽ അത് എന്റെ വീട്ടിൽ നേർച്ചയായിട്ട്, അതെന്തിന് മറ്റുള്ളവർ അറിയിക്കണം എത്ര സ്വർണ്ണം ഉണ്ടെന്നതിൽ. അതെ, ഞാൻ സുരേഷ് ഗോപിയുടെ പക്ഷത്താണ്. ഞാനൊരു നേർച്ച കൊണ്ട് കൊടുക്കുന്നു. ആ നേർച്ച എന്നു ചോദിക്കാൻ ആർക്കും അവകാശം? ഒരുത്തിനും അവകാശമില്ല. എനിക്ക് ഇപ്പൊ ഞാൻ ഈ അരുത്തപ്പള്ളി ഒരു നേർച്ച കാണാറുണ്ട്. ചിലപ്പോൾ ഒരു നെയ്യപ്പം കൊണ്ട് കൊടുക്കുന്നു, ഒരു നെയ്യപ്പം. അത് അവരുടെ വിശ്വാസം, ഒരു നെയ്യപ്പം കൊടുത്തു, അത് അവരുടെ സൗകര്യമില്ലേ? അത് ഒരു നെയ്യപ്പമാണെന്ന് ചോദിക്കാൻ പള്ളിക്ക് അവകാശമുണ്ടോ? അല്ലെ വേറെ ആർക്കെങ്കിലും അവകാശമുണ്ട്? പള്ളിക്കാരല്ല പറയുന്നത്, പള്ളിക്ക് പുറത്ത് ആൾക്കാർക്കും ഇത് അറിയേണ്ടത്. ആ പുറത്തുള്ള അണ്ടർഗ്രൗണ്ട് വന്നപ്പോ ആര് മൈൻഡ് ചെയ്യാൻ ഇവനൊക്കെ പറയുന്നത്? സുരേഷ് ഗോപി കിരീടം കൊണ്ടുവച്ചു. എന്ത് കിരീടമാണ് എന്ന് ഇമാർക്ക് തന്നെ ആട്ടം. ഇമാർ കുടുംബത്തൊന്നും അല്ലല്ലോ. അയാളുടെ കയ്യിൽ നിന്ന് അയാൾ ഇഷ്ടമുള്ള ഒരു കിരീടം കൊണ്ടുവച്ചു. നമുക്ക് തന്നെ ആട്ടം. അത് സ്വർണ്ണമാണോ, ചെമ്പാണോ, പൂശാണോ, വെള്ളിയാണോ, ഇതൊക്കെ എന്തിന് നമ്മൾ തന്നെ ഇരിക്കുന്നു? അത് കിട്ടുള്ള കൊണ്ട് കൊടുത്തോട്ടെ. സൗകര്യം കാട്ടാൻ മതി, ഇല്ലാതെ മിണ്ടായിരുന്നാ പോലെ. ഇത് കൂടെ നാണം കെട്ട സംസ്കാരം മലയാളി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാറുണ്ട്. എന്തിനാണ് ഇത്ര ഒരു അക്രമം സുരേഷ് ഗോപി എതിരെ നേരിടുന്നത്? ഒരു രാഷ്ട്രീയ നേതാക്കളില്ല ഇത്. അത് ഈ സുരേഷ് ഗോപി ഇങ്ങനെ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്ന പരിപാടി നിർത്തണം അങ്ങേരോട് എനിക്ക് പറയാനുള്ളത്. പുള്ളി ആ കിരീടം കൊണ്ട് വെച്ചപ്പം ആ കിരീടം ഇട്ടപ്പത്തും താഴോട്ട്. ക്യാമറ തട്ടി വീണാണ്. എന്നിട്ട് മനസ്സിലാക്കി. ഞാൻ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ആ ക്യാമറക്കാരൻ തട്ടിപ്പോ ആ ക്യാമറ കൊണ്ടാണ് കിരീടം താഴോട്ട് പോകുന്നത്. അതും സുരേഷ് ഗോപിക്ക് കുഴപ്പം. എന്തൊരു കാലമാണ്. മാതാവിന് ഇഷ്ടപ്പെടാത്തോണ്ടാണ് കിരീടം തറയിൽ. മാതാവ് ഇഷ്ടപ്പെട്ടില്ലാണ്. പിന്നെ മാതാവ് ഇറങ്ങി വന്നിട്ട് തട്ടിക്കളഞ്ഞായിരിക്കും. ഈ ഊളത്തിലൊക്കെ പറയുന്നത് എന്നെ മറുപടി പറയാനേ. അല്ല, ഇപ്പൊ ഈ ഇത്രയും അക്രമം വരുമ്പോ ഇത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഇലക്ഷൻ ഒരു വിജയ സാധ്യത കൂടെയല്ലേ? ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ആ അഭിപ്രായത്തിന്റെ പേര് പിന്നെ വേറെ തർക്കം ഉണ്ടാക്കണ്ട. സുരേഷ് ഗോപി ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല മത്സരമാണ്. തൃശ്ശൂരിന്റെ പ്രത്യേകത, മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി എവിടെ ജനസമ്മതനായ വ്യക്തിയാണ്. അപ്പൊ ഒരു നല്ല മത്സരം മറ്റേ പ്രതാപനാണ് ഒരു കോൺഗ്രസ് സിറ്റിംഗ് MP. അപ്പൊ യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ആര് ജയിക്കും തോറ്റു എന്ന് പറഞ്ഞ് ഒരു തർക്ക പ്രശ്നം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായി BJPയുടെ സ്ഥാനാർത്ഥിയാൽ സുരേഷ് ഗോപി ജയിക്കണം എന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുക. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഒരഭിപ്രായം ഞാൻ അവിടെ പറയുന്നില്ല. ഒരുപാട്